പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപിടിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് കാത്തുപിടിപാലിച്ചത്. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന്, അത്ഭുതമായി നടത്തുന്ന പിതാവിന്, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ സൂക്ഷിക്കുന്ന പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം നിറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം അപ്പ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് കൂട്ടായിട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ട്. ആമേൻ. 103-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ആമേൻ ആമേൻ. കർത്താവിൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കരമുയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ്, എന്നോടുള്ള കരുണയ്ക്കായിട്ട് സ്തോത്രം, എന്നോടുള്ള ദയയ്ക്കായിട്ട് സ്തോത്രം, എന്നോടുള്ള മനസ്സലിവിനായിട്ട് സ്തോത്രം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ മക്കളോട്, ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഇന്ന് നമ്മളോടുള്ള ആ കരുണയ്ക്കായിട്ട് കരമുയർത്തി പറ, കർത്താവേ എന്നോടുള്ള കരുണയ്ക്കായിട്ട് സ്തോത്രം, എന്നോടുള്ള ദയയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് വിശ്വസ്ത ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് മാറാത്ത ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് ഏകനായി മഹാത്ഭുതത്തെ ചെയ്യുന്നവനാകിയാൽ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും ആമേൻ ആമേൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാനും ഈ നല്ല പ്രഭാതം തന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്തു. ഓരോരുത്തരെയും വ്യക്തിപരമായി അപ്പൻ്റെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവിക ഇടപെടൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിവിധ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വിവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് കർത്താവെ, പ്രകൃതി ക്ഷോഭത്തിൻ്റെ ദുരന്തത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വെള്ളപ്പൊക്കത്തിൻ്റെ ബുദ്ധിമുട്ടിനാൽ കഴിയുന്നവർ, അമേൻ മഴയുടെ ബുദ്ധിമുട്ടിനാൽ കഴിയുന്നവർ, കർത്താവെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ തിരുക്കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കണം. ദൈവിക അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കണം. കർത്താവിൻ്റെ കരുതലുണ്ടാകുന്നതിനായി സ്തോത്രം, കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആമേൻ കർത്താവെ, ആമേൻ കിഡ്നി സ്റ്റോണിനാൽ ഭാരപ്പെടുന്നവർ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. മൂത്രമൊഴിക്കുന്നതിന് ബുദ്ധിമുട്ട്, പ്രയാസം, വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് സ്തോത്രം. ദൈവിക ഇടപെടൽ നടന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കേൾവി മടങ്ങി വരട്ടെ. കേൾവി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾവി മടങ്ങി വരട്ടെ. അതുപോലെ കർത്താവ്, ജന്മനായുള്ള വൈകല്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതി സൗഖ്യമാകട്ടെ. ജന്മനായുള്ള ആമേൻ മാനസികമായ പ്രശ്നങ്ങൾ, ജന്മനായുള്ള ശാരീരിക പ്രശ്നങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി ആ പ്രിയപ്പെട്ടവരുടെ മേൽ ഇറങ്ങട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. ആ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. കർത്താവ് വിടുവിച്ചതിനായിട്ട് സ്തോത്രം, സൗഖ്യമാക്കിയതിനായിട്ട് സ്തോത്രം, അങ്ങയുടെ അത്ഭുത പ്രവൃത്തി നടന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ ആവശ്യങ്ങളിലും ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാസങ്ങളായി ശമ്പളം ലഭിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് ശമ്പളം തക്ക സമയത്ത് ലഭിക്കാൻ ഉള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകട്ടെ. മാസങ്ങളായി ജോലിയില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോലി ഉണ്ടാകട്ടെ. വഴി തുറന്നു വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം പറയുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണം, അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. കർത്താവെ, ഇന്ന് ലോകവ്യാപകമായൊരു ഉണർവിന് കർത്താവെ അവരുടെ ശുശ്രൂഷകൾ കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മുടെ മീറ്റിംഗ് കർത്താവ് അനുഗ്രഹമാക്കി തീർത്തു. അതിനായിട്ട് കരം ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞ് കർത്താവ് ഇന്നലെ കൂട്ടിവരുത്തിയ ജനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ദൈവ സാന്നിധ്യത്തിനായിട്ടും അത്ഭുതങ്ങൾക്കായിട്ടും വചനത്തിനായിട്ടും ഒക്കെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നന്ദിയോടെ സ്തോത്രം. ഇനി നമുക്ക് അടുത്ത മീറ്റിംഗ് നാളെ രാത്രിയിലാണ്, ഇന്ത്യൻ സമയം 9:30 പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ യേശു നിങ്ങളോട് പറയുന്നു. കരമുയർത്തി ആ വാക്യത്തിനായിട്ടൊരു സ്തോത്രം ചെയ്ത്, കരമുയർത്തി ഈ വാക്യത്തിനായിട്ട് ഒരു സ്തോത്രം ചെയ്താട്ട് ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ട് ഒന്നുകൂടെ സ്തോത്രം ചെയ്ത്. അപ്പം ഈ വചനത്തിൻ്റെ ഇത് ആര് പറഞ്ഞതാണ്? യേശു പറയുന്നതാണ്. ഈ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്നത്. പുറമേ ഇലകൾ ധാരാളം, അകത്തു ഫലമില്ല. ആമേൻ. അപ്പോൾ യേശു ആ വൃക്ഷത്തെ ശപിച്ചു. അടുത്ത ദിവസം അവർ മടങ്ങി വരുമ്പോൾ ആ വൃക്ഷം ഉണങ്ങിയിരുന്നു. അത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെടുമ്പോൾ യേശു പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. പിന്നീട് മല മാറ്റുന്ന വിശ്വാസത്തെക്കുറിച്ച് യേശു അവരോട് പറയുന്നു. അതിനർത്ഥം പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്. കരമുയർത്തി കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം ചെയ്യാം. നമ്മിൽ പലരും പ്രാർത്ഥിക്കുന്നു, എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞാൽ നമുക്ക് ഭയമാണ്, സംശയമുണ്ട്, ഉത്കണ്ഠയുണ്ട്, കണക്കുകൂട്ടൽ എന്നിവയിലേക്ക് തിരികെ വീണ്ടും പോകുന്നു. നമ്മൾ പ്രാർത്ഥിച്ചു, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സംശയം, അയ്യോ ഇത് നടക്കുമോ എന്നുള്ള ഭയം, മനസ്സിനകത്ത് ഭയങ്കര ആകുലത, ഇനി എന്ത് ചെയ്യും എന്നുള്ള കണക്കുകൂടൽ. യേശു ഇവിടെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ രഹസ്യമാണ്. പ്രാർത്ഥനയുടെ ശക്തി വാക്കുകളിൽ. നമ്മൾ വിചാരിക്കും ഭയങ്കര കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന ഭയങ്കരമാകുന്നത്. അങ്ങനെയല്ല, പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള വിശ്വാസത്തിലാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. ഈ വചനം ഒരു ക്രിസ്തീയ ജീവിതത്തിലെ 4 പ്രധാന ഘട്ടങ്ങളെ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയുടെ. 1 പ്രാർത്ഥിക്കുക, 2 വിശ്വസിക്കുക, 3 കാണുക, 4 സ്തോത്രം പറയുക. പറഞ്ഞ് പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, കാണുക, സ്തോത്രം പറയുക. പ്രാർത്ഥിക്കുക. ഒന്നാമത് എന്തുവാ പ്രാർത്ഥിക്കുക? ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. എങ്കിലും കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാൻ 14:13 പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ. പ്രാർത്ഥന എന്നത് ദൈവത്തോട് ചോദിക്കുന്നത് മാത്രമല്ല, അത് നമ്മുടെ ഭാരം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ്. 1 പത്രോസ് 5:7 പറഞ്ഞു, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും യേശുവിൻ്റെ മേൽ ഇട്ടുകൊള്ളാൻ പറഞ്ഞു. പ്രാർത്ഥന അവസാനം നമ്മുടെ ഭാരവും അവസാനിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരം അവസാനിക്കണം, നമ്മുടെ ഉത്കണ്ഠ അവസാനിക്കണം, നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം മാറണം. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ കൈമാറുന്ന ഒരു കാര്യം കൂടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ടും ആ ഭാരം തന്നെ ചുമന്നുകൊണ്ടിരിക്കുകയാണോ എന്നത് നമ്മളോട് ചോദിക്കണം. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇതേ വിഷയത്തെക്കുറിച്ച് പിന്നെ ആകുലപ്പെടുകയാണോ, ഭാരപ്പെടുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ വിശ്വസിക്കുക. യേശു പറഞ്ഞില്ല ലഭിച്ചാൽ വിശ്വസിക്കണമെന്നല്ല പറഞ്ഞത് ലഭിച്ചു എന്ന് വിശ്വസിക്കും. ലഭിച്ചാൽ വിശ്വസിക്കൂ എന്നല്ല, ലഭിച്ചു എന്ന് വിശ്വസിക്കൂ എന്നാണ് പറഞ്ഞത്. അതായത് വിശ്വാസം തെളിവ് കണ്ടതിന് ശേഷമല്ല, തെളിവ് വരുന്നതിന് മുമ്പാണ് വിശ്വാസം ഉണ്ടാകേണ്ടത്. വിശ്വാസം തെളിവ് വന്നതിന് ശേഷമല്ല, തെളിവ് വരുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതാണ് എബ്രായലേഖനം 11:1 പറഞ്ഞ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ആമേൻ. വിശ്വാസം കണ്ണുകൊണ്ട് കാണുന്നതല്ല, ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇനി അത് മൂന്നാമത്തെ സ്റ്റെപ്പ്, വിശ്വസിച്ചത് കാണുക. ഒരു വിശ്വാസത്തിന് 2 കണ്ണുകളുണ്ട്. ശരീരത്തിൻ്റെ കണ്ണ്, വിശ്വാസത്തിൻ്റെ കണ്ണ്. ശരീരത്തിൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സാഹചര്യമാണ് കാണുന്നത്. വിശ്വാസത്തിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ കാണുന്നു. അബ്രഹാം ആദ്യം മകനെ കണ്ടില്ല, പക്ഷെ ദൈവം അവനെ അനേക ജാതികളുടെ പിതാവായി കാണിച്ചു. ദാവീദ് ആദ്യം ജയം കണ്ടില്ല, പക്ഷെ ദാവീദ് എന്ത് ചെയ്തു? ആദ്യം വിശ്വാസത്താൽ ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ചു. പിന്നീട് ഫിസിക്കൽ തലത്തിൽ ഗോലിയാത്ത് തോൽക്കുന്നത്. ആമേൻ. യേശു ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ആമേൻ, ഇത് മരണത്തിനല്ല, ഇത് പിതാവിൻ്റെ മഹത്വത്തിനായിട്ടാണ്.
നാലാമത്തെ സ്റ്റെപ്പ് സ്തോത്രം പറയുക. വിശ്വാസത്തിൻ്റെ ഭാഷ പരാതിയല്ല, സ്തോത്രമാണ്. ലഭിച്ചിട്ടില്ലാത്തതിനും ദൈവത്തെ സ്തുതിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ലഭിച്ചിട്ടില്ലാത്തതിനും ദൈവത്തെ സ്തുതിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4:6 പറഞ്ഞത്, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ ദൈവത്തെ അറിയിപ്പി. ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? സ്തോത്രം. കാരണം ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കർഷകൻ വിത്ത് വിതച്ചു. അടുത്ത ദിവസം അവൻ അത് മണ്ണ് കുഴിച്ച് നോക്കുകയല്ല. അവൻ മുളച്ചോ എന്ന് നോക്കത്തില്ല. അദ്ദേഹം വെള്ളമൊഴിക്കും. അവൻ വിശ്വസിച്ചു, വെള്ളമൊഴിച്ച് കാത്തിരുന്നു, അവസാനം വിളവെടുത്തു. അതുപോലെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വിത്താണ്. വിശ്വാസം എന്ന് പറയുന്നത് വെള്ളമാണ്. ക്ഷമയെന്ന് പറയുന്നത് കാത്തിരിപ്പാണ്. വിളവ് ദൈവത്തിൻ്റെ സമയത്ത് വരും. ഓരോ ദിവസവും സംശയം കൊണ്ട് വിത്ത് കുഴിച്ചു നോക്കരുത്. ഇതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമായി ദൈവത്തോട് പറയുക. പ്രാർത്ഥന കഴിഞ്ഞാൽ ആ കാര്യം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. സംശയം വന്നാൽ വീണ്ടും ഭയപ്പെടാതെ വാഗ്ദത്തം ഏറ്റുപറയുക. മനസ്സിൽ ദൈവം പ്രവർത്തിക്കുന്നതായി വിശ്വാസത്താൽ കാണുക. ഓരോ ദിവസവും പരാതിക്ക് പകരം ദൈവത്തിന് സ്തോത്രം പറയുക. ദൈവത്തിൻ്റെ സമയത്തെ കാത്ത് ക്ഷമയോടിരിക്കുക. വിശ്വാസത്തിനനുസരിച്ച് ആവശ്യമായ ചുവടുകളും എടുത്തു വെക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ റിലം മാറട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറട്ടെ. പ്രാർത്ഥിച്ചതിന് ശേഷവും നിരാശപ്പെട്ട് നടക്കുക, ഭയപ്പെട്ട് നടക്കുന്ന ആ കാലഘട്ടം മാറി പ്രാർത്ഥിച്ചു, ഇനി കർത്താവ് ചെയ്തോളും എന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക് കർത്താവ് ഉയർത്തുന്നതിന് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറ, അവൻ എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ ഭാരപാത്രം നിറഞ്ഞു കവിയും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.